ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഇറങ്ങുന്നിടത്ത് തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ഡേ 3 ആണ്. സക്സസ്ഫുള്ളി ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് പോകുന്നുണ്ട്. പോയിട്ട് വരാം. ഇന്ന് കല്ലൂനെയും കൂട്ടിയിട്ട് വരണമെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല ഞാൻ. എൻ്റെ മോളെന്നെ ഒന്ന് ഉറക്കണമല്ലോ. കല്ലു ഇന്നലെ എടുത്ത് വെച്ച പണി അവൾ പകൽ കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി വെറുതെ ഇരുന്നിട്ട് കരയുക, ഒരു സുഖം. അപ്പോൾ നമ്മളാണെങ്കിലും ഉറങ്ങാണ്ടിരിക്കുന്നല്ലേ, അതുകൊണ്ട് എനക്കെന്ത് പറ്റി, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് രാവിലെ ഓളൊന്ന് ഉറങ്ങിയ സമയത്ത് ശരി ഞാനും ഉറങ്ങട്ടേന്ന്. പക്ഷെ ഉറങ്ങി എന്താവും, ഇന്ന് ഉറങ്ങിയ പിന്നെ ഇന്ന് മടി പിടിച്ച്. അപ്പോൾ ഇന്നൊരു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ പിന്നെ തീരെ വരുത്തുണ്ടാവില്ല. അതുകൊണ്ട് പോകുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഇന്ന് ക്ലാസ്സുള്ള ദിവസമല്ലേ, ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ്സുള്ള ദിവസമാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ഡിലേ ആവും രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ. അത്ര നേരത്തൊന്നും എണീച്ചിട്ടൊന്നുമില്ല, 6 മണിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കല്ലു എപ്പോൾ ഉറങ്ങുന്നു അപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. ഒന്നാമത് മൈഗ്രൈനുള്ള പ്രശ്നമുള്ളതിനെ കൊണ്ട് ഉറങ്ങാണ്ടിരിക്കും തോറും എനിക്കതിങ്ങനെ കൂടി വരും തലവേദന. അപ്പം അങ്ങനെ നമുക്ക് നേരെ തിരിച്ചു പിടിച്ചാലോ അല്ല പൈലയിലോ നീരോട് പോയാലോ? അതാ പറഞ്ഞ അതിലൂടെ പോവാ. വാ, വേണ്ടെന്നാല് മോര് വാ. അപ്പോൾ ഞാളൊന്ന് തിരിച്ച് നടക്കാമെന്ന് വെച്ച്, വെറുതെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, ഇതേ സ്ഥലം തന്നെയാണ്. പക്ഷെ ഇന്ന് ഫുള്ളും പോവാണ്ട് എവിടെയെങ്കിലും ഒന്ന് പകുതിയൊക്കെല്ലാം നിന്നിട്ട് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഫോണും പിടിച്ച് നിന്നാൽ എൻ്റെ അടുത്ത ഓട്ടം ഒന്നും നടക്കില്ല. പകുതിയിലെത്തുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചുകൂടി കവർ ചെയ്യാം. ഇവിടെ ചെറിയൊരു എക്സസൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് ചെയ്താലും മതി, നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ തന്നെ അങ്ങ് സ്റ്റെക്കായി പോകും. എന്നു വെച്ചാൽ അവിടെ നടക്കാനൊന്നും പറ്റാത്ത ആൾക്കാർ കൂടുതൽ അവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണമല്ലോ. എനിക്കത്ര ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല. എവിടുന്ന് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നടക്കട്ടെ. അതിലേ ട്രെയിന് പോകുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടി. ഈ ഭാഗത്തേക്ക് ആൾക്കാർ ഒഴിഞ്ഞിട്ടാണ്, അല്ലാതെ ഇന്നത്തെ ഈ സമയത്ത് ആരും ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ വരുന്നത്. സൂര്യനൊന്നും വന്നിട്ടില്ല, ഇന്ന് ചെറിയൊരു മഴക്കോളലുണ്ട്. മഴ പെയ്യോ എന്തോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. ഇവിടെ ഒന്ന് ഇൻ്റർലോക്കെല്ലാം ഇട്ടിട്ട് സെറ്റായാലും അടിപൊളിയാക്കി. ഇവിടെ പിന്നെ ഫുള്ള് തിരക്കായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേനോ, ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നതാണ്. പാർക്കിൽ ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഇത്രയും നല്ല വൃത്തിയാക്കിയിട്ട്. അതിന് മുന്നേ ഞാനിവിടെ വരുന്ന സമയത്തെല്ലാം ഇതിലെ വഴിയൊന്നും ഇല്ലേനു, ഫുള്ള് മണ്ണിങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ട് സ്ഥലത്ത് ഞാൻ എങ്ങനെ വരും. അപ്പോഴാണെന്ന് പോയിട്ട് വരാം ഗൈസ്. ഇന്ന് രാവിലത്തെ സൂര്യൻ്റെ കോരം നോക്ക്. അയ്യോ, അവിടെ മറ്റേ ബൾബാറ്റം കൊണ്ടാച്ചൻ്റെ തൊട്ടില്ലേ, ഇതൊന്നും ഇങ്ങനെ ശരിക്കും ചോന്ന് തുടുക്കും. ഇതാണ് ഈ ഒറിജിനൽ സാധനം. ഇതന്നെയാണ് ഇതിൻ്റെ ക്യാമറയിലേക്ക് തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അയ്യോ അതല്ല, അയ്യോ ഇതുണ്ട, ഇതാണ് കറക്റ്റ് സൂര്യൻ്റെ ലുക്ക്. അത് കറക്റ്റിന് കിട്ടീനി അല്ലേ? നോക്കിയാ ഏതോ ഒരു മൂവിയിൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും സൂര്യനെ നമുക്ക് വേണ്ടിയിട്ട് എണീക്കുന്നില്ലേ. അപ്പോൾ സൂര്യനെ ഒരു ദിവസമെങ്കിലും എണീച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം എന്നല്ലോ. സംഭവം സത്യ, എന്ത് ഭംഗിയാ കാണേ. അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? പറ്റൂല. കല്ല് ഉറക്കിയിട്ടില്ല എന്നെ, അതുകൊണ്ട് ഞാനവിടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്ന് മിസ്സാവും. നോക്കി കണ്ട എന്തൊരു ഭംഗിയാ. എൻ്റെ ഈശ്വരാ, എനിക്കിത് കണ്ടിട്ടിടുന്ന് പോനേ തോന്നില്ല. വാ നോക്കി, എന്ത് ചോര പോലെ. ഭയങ്കര രസം, കണ്ടിട്ട് മതിയാകുന്നില്ല. സൂര്യനെ അങ്ങോട്ട് കണ്ടിട്ട് മതിയാകുന്നില്ല, എന്തോ ഭംഗി. ഇങ്ങനെ കാഴ്ചയും കണ്ടു പോകുന്നത് കൊണ്ട് നടത്തങ്ങ് സെറ്റാകുന്നില്ല ഗൈസ്.
അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന് തിരിച്ചു പോകുന്നതാണ്. കൃത്യം പകുതിയിലെത്തുമ്പോൾ ഇന്നലത്തെ പോയ പെണ്ണ് ഇന്നും കരുതി. അപ്പോൾ ഞാൻ റിട്ടേൺ അടിച്ചു പോകുന്നു. ഫുള്ള് അങ്ങോട്ട് പോകാണ്ട് തിരിച്ച് അതേപോലെ തന്നെ നടന്നു. ഒരു റൗണ്ട് തന്നെ, പക്ഷെ എന്താ പറയുക, ഒറ്റയടിക്ക് ഇങ്ങനെ നടന്നിട്ടില്ല. ഈ കല്ലൊന്നും കൂട്ടാണ്ടുള്ള നടക്കൂല. ഇവൾ ഉറങ്ങുമില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ അയ്യോ എന്തോ കഷ്ടമാണ് അതിങ്ങനെ ഒരു കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പുരക്ക് പോകുന്നതാണ്. ഒരു റൗണ്ടായി കംപ്ലീറ്റ് ആയിക്കോന്ന് ചോദിച്ചാൽ പകുതി പോയിട്ട് പകുതി വന്ന് അതേപോലെ തിരിച്ചു പോകണം. അപ്പോൾ ചെന്നിട്ട് വേണമെന്തിനീ കാര്യം നോക്കിയിട്ട് നാളെ ഓളയും കൊണ്ടേ വരൂ. എന്ത് വന്നാലും ഉറങ്ങുന്നതാണെങ്കിലും ഉറങ്ങുന്നത് അതിനെടുത്തിട്ട് മുന്നിൽ തൂക്കണം. എന്നിട്ട് നാളെ വരുള്ളൂ. നമുക്കിനി പോയിട്ട് ചായ കുടിക്കാം. ഈ കല്ലുപെണ്ണിന് രാവിലെ എണീച്ചിട്ട് കരയിലാണ് ഏറ്റവും വലിയ ജോലി. ഇല്ല കല്ലു? രാവിലെ ഒന്നല്ല, ഫുൾ ടൈം ഞങ്ങൾ കരച്ചില്ലപ്പോൾ. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് കൂടി ഇട്ടോക്കെ നമ്മൾ എടുക്കട്ടെ. ശരിക്ക് താഴെ അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പോകുന്നതാണ്. കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോയിട്ട് വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ചിലപ്പം ഇന്ന് നാളേക്ക് ഇടലുണ്ടാവും. കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വരെ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അപ്പം നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നടക്കണമെങ്കിൽ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല. അങ്ങനെ റെഡി ആയിച്ചാലോ? അപ്പോൾ വേഗം ഡ്രസ്സ് വാങ്ങിക്കും. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. നമ്മളെ ചാരു യൂണിഫോമെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ബെൽറ്റ് നമുക്ക് ക്ലാസ്സിലെത്തിയിട്ടിടാം. ഓക്കെ, മറ്റേ ബെൽറ്റ് എടുക്കാം. ഞാൻ എൻ്റെ പുതിയ ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു കണ്ണാടി ഞാൻ കാണിച്ച്, ഈ ഒരു കണ്ണാടീൻ്റെ അടുത്താണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ചാരു ഒറ്റയ്ക്ക് തന്നെ മുടിയെല്ലാം കിട്ടും അല്ലേ ചാരു? അമ്മ പൊന്തിച്ച് കെട്ടി തരണോ? ഇതാണ് എൻ്റെ ന്യൂ ലിപ് ബാം. കുറച്ച് ഷോമി അതെന്ത് കോമ്പിനേഷനാ? ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ് ബാം ഇടുക? ഓ, എല്ലാവരും അങ്ങനെയൊക്കെ, ഞാനെങ്ങനെയാന്നല്ലേ? മതി, യൂണിഫോമിലാവും. നീ ഏടിയാ പോന്നേ കല്യാണത്തിനാ? ഫ്യൂച്ചർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഗൈസ്, കണ്ട? ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കല്ലുവിനെ പൊക്കട്ടെ ഗൈസ്. കല്ലുശിന് കണ്ട, കല്ലു നല്ല ഉറക്കം.
എനിക്കൊരു ഹെയർ ബാൻഡ് കൂടി ഇട്ടാൽ മതി, ഞാൻ റെഡിയായി. അപ്പം ഈ കല്ലൂന് പോകട്ടെ, കല്ലൂന് ഡ്രസ്സ് ചെയ്തിട്ട് മീൻ പോകണം, അതാണ് അടുത്ത പരിപാടി. യെസ്, ഇതാണ് ഞങ്ങളെ കുഞ്ഞ് അക്വേറിയം. ഇവിടെ ഒരു ബേർഡ് ഉണ്ട്, ഇതിന് കൂടെ ഒരു പേരുണ്ടേനും ചങ്ങായി ചത്തുപോയി. ഡെഡ് എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തോ ഒരു സാധനം എൻ്റെ മുളകും തൈ ഉണങ്ങിപ്പോയി. അതിന് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കട്ടെ. വെയിലിൻ്റെ ശക്തി കൊണ്ട് മുളകും തൈയെല്ലാം ഉണങ്ങിപ്പോയി. ഇതിൻ്റെ മുളകൊരു കുഞ്ഞ് മുളകെല്ലാം ഉണ്ടായി, അവിടെ പോയി അതാ ഈ മുളക് ഉണ്ടായിക്കേ, പക്ഷെ ഉണങ്ങിപ്പോയി. അയ്യോ. അപ്പോൾ എനിക്കിന്ന് ക്ലാസ്സിൽ കുട്ടികൾക്ക് യൂണിഫോം എല്ലാം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിഫോമാണിത്. അങ്ങനെ ബെൽറ്റും എല്ലാ സാധനം, യൂണിഫോമും ബെൽറ്റും എല്ലാം എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എന്താണെന്നറിയോ, ഞാനിനി പുതിയൊരു വീഡിയോയിൽ നാളെ കാണുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ലെങ്തിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഗൈസ്. ബൈ.